ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഗായ്സ്, ഇത് നമ്മുടെ ഡൽഹി ട്രിപ്പിന്റെ സെക്കൻഡ് വ്ളോഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഡൽഹി എത്തുന്ന വരെ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയാണ് കേട്ടോ. കാരണം ഫുൾ ലെങ്തി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടുന്നത്. അപ്പൊ നമ്മൾ റൂമിൽ എത്തുന്ന വരെയുള്ള വ്ളോഗ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 9 മണിക്ക് നമ്മൾ ഡൽഹിയിൽ നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്കാട്ട് പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഡ്രൈവറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഹോട്ടലിൽ കയറാൻ. കാരണം ഇവിടുത്തെ നമുക്ക് ഹോട്ടലും സെറ്റപ്പ് ഒക്കെ നമുക്ക് കണ്ടപ്പോ തന്നെ എന്താ പറയാ ഒരു ഒരു ഭയങ്കര എന്താ പറയാ ഒരു ഫുഡിന് നമുക്ക് അറിയില്ലല്ലോ അവിടെ. പിന്നെ ഡൽഹി വന്നിട്ട് ഫുഡ് പോയ്സൺ കിട്ടിയതൊക്കെ ഞാൻ ഇങ്ങനെ പലയിടത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് അത്യാവശ്യം ഒരു 5 സ്റ്റാർ സെറ്റപ്പുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത്. ഈ 5 ദിവസം അങ്ങനത്തെ ഹോട്ടലാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. കാരണം ഇനി പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അവര് ഇങ്ങനത്തെ സവാള ഇല്ലേ കൊടുന്ന് വെച്ചിട്ട് നമ്മളെ നാട്ടിലൊക്കെ കുറച്ചും കൂടി വലുതല്ലേ, ഇവിടെ ചെറിയ ചെറിയ സവാള കേട്ടോ. പിന്നെ നമ്മള് സ്റ്റാർട്ടപ്പായിട്ട് ചിക്കൻ 65 കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇവിടുത്തെ 65 എന്ന് പറയുമ്പോൾ ഒരു ഗ്രേവി, ഒരു റോസ്റ്റ് ടൈപ്പ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ പീസ് കഴിച്ചു. സെക്കൻഡ് എനിക്ക് കഴിച്ചപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പൊതുവെ ഇവിടുത്തെ ഫുഡ് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇങ്ങനത്തെ ഫുഡ് കൊടുക്കുമ്പോൾ ഇപ്പൊ നോർമലി ഹോട്ടൽസിലൊക്കെ എങ്ങനെയായിരിക്കും എന്റെ ചിന്ത കേട്ടോ. കാരണം ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് റൈസ് ആയിരുന്നു കേട്ടോ. മറ്റേ ദാലിന്റെ ഫുള്ള് ദാലായിരുന്നു. ദാലും പിന്നെ അച്ചാറ്, തൈര്, അതൊക്കെയാണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ. നമ്മളവിടെ കോമൺ ആയിട്ട് കിട്ടുന്നത് അവരൊക്കെ സ്പെഷ്യൽ ആയിരുന്നു. അതൊന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ബട്ടർ ചിക്കൻ്റെ ബട്ടർ ഉണ്ടായിരുന്നു. അതും തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നും ഡബിൾ റേറ്റ് ആണ് എല്ലാത്തിനും. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി ആവട്ടെ, ടേസ്റ്റ് ആവട്ടെ, ഫുഡിൽ ഒന്നും ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഇല്ല, നമുക്ക് ഒരു ഫുഡ് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു ഫുഡിനൊക്കെ. നമ്മൾ എയർപോർട്ടിൽ കഴിക്കുന്ന പിന്നെ എത്രയും ഭേദം. എയർപോർട്ടിലെ എക്സ്പെൻസ് അറിയാലോ ഫുഡിന്, അതിലും ഇരട്ടിയാണ്. പക്ഷെ നമുക്ക് റേറ്റ് പ്രശ്നമല്ല എന്ന് വിചാരിക്കാം. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ടേസ്റ്റും ഇല്ല, ക്വാളിറ്റി ഇല്ല. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ ആ ഒരു നാട്ടിലെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ നേരെ പോയത് ലോട്ടസ് ടെമ്പിളിലേക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടാ, നല്ല വെയിലായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഡൽഹിയിൽ എത്തിയ ഫസ്റ്റ് കാണാൻ പോയ ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു, ലോട്ടസ് ടെമ്പിൾ. എനിക്ക് തോന്നുന്നു ഞാൻ ഫുള്ള് സൺടാൻ അടിച്ച് ആകെ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കുറച്ച് നടന്ന് കാണേണ്ടതാ. നമുക്ക് ഗേറ്റിന്റെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാനുണ്ട് കേട്ടോ. ടിക്കറ്റ് എന്ന് എനിക്ക് തോന്നുന്നു എന്തോ റേറ്റ് കുറവുള്ളൂ കേട്ടോ. അത് എടുത്തിട്ട് നമ്മൾ ടെമ്പിളിന്റെ അവിടം വരെയും നടക്കണം. ഈ നടക്കുന്ന ഫുൾ വെയിലത്താണ്, ഫുൾ വെയിൽ കൊണ്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്ത് കയറണ മുൻപ് നമ്മളെ ചെരുപ്പ്, ഷൂ ഒക്കെ ആ ഒരു ഇത് കണ്ടോ കവർ, ആ കവറിലാക്കിയിട്ട് പിടിക്കണം. എന്നിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ആ കിറ്റ് അവിടെ ഏൽപ്പിക്കണം. എന്നിട്ട് നമ്മളെ ചെരുപ്പൊക്കെ ഇടാൻ പറ്റുള്ളൂ. പിന്നെ അതിനകത്ത് കയറിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ചർച്ച് മോഡലാട്ടാ. ചർച്ചാണ്. അപ്പൊ അതിനുള്ളിൽ നമ്മൾ ക്യൂ നിൽക്കണം. ക്യൂ നിന്നിട്ടാണ് നമ്മള് കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് അതിനകത്തേക്ക് വിടുന്നുള്ളൂ. അവിടെ ഇരുന്നിട്ട് ആ ബെഞ്ചിൽ ഇരുന്നിട്ട് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്ലേസ് ആട്ടാ. അങ്ങനെ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാം. അങ്ങനത്തെ ഒരു ടൈപ്പ് ടെമ്പിൾ ആണ്. ഞാൻ വിചാരിച്ചാലും മ്യൂസിയം ആയിരിക്കും, പക്ഷെ അതല്ല. നമ്മളെ ബെഞ്ചിലിരുന്ന് നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങള് കുറച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമുക്ക് പോവാം. അവരുടെ വിശ്വാസം എന്തോ ആണ്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും എന്ന് എന്തോ ആണത്. നമ്മള് ജസ്റ്റ് വെറുതെ ഒന്ന് അവിടെ ഇരുന്നു. അതാട്ടോ ടെമ്പിളിന്റെ അകത്താണ്. അങ്ങനെ ഫോൺ അലൗഡ് അല്ല, വീഡിയോസ് ഒന്നും. അപ്പോ ഇതാണ് ട്ടോ ഫുൾ ആ പുറത്തുനിന്നുള്ളത്. അതിന്റെ അകത്ത് നിന്ന് നോക്കുമ്പോൾ ഇതാണ് ഒരു സെറ്റപ്പ് അതിന്റെ അകത്ത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേഗം ഇറങ്ങിയിട്ട് അവിടെ എത്ര തന്നെ കാണാനുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് കേട്ടോ പോയത്, നമ്മുടെ സരോജിനി മാർക്കറ്റ്. ഞാൻ ഡൽഹി പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് പോകേണ്ട ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഇതായിരുന്നു, സരോജിനി മാർക്കറ്റ്. കാരണം ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് പോയി. പിന്നെ സരോജിനി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലോ, മിഠായി തെരുവ്, ആ സെയിം ഒരു സംഭവമാട്ടെ. പിന്നെ SM സ്ട്രീറ്റ് ചെറുതാണ്, സരോജിനി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. നമ്മളത് ഫുൾ നടന്നിട്ട് തന്നെ നമ്മൾ ഫുൾ കവർ ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ഈവനിങ് പോകുന്നതായിരിക്കും. അല്ലാതെ ഇതൊക്കെ ഞങ്ങളിപ്പോൾ ഈ പോയ ടൈം എന്ന് പറയുമ്പോൾ ഒരു 3 മണി ആ സമയം, 2 മണിക്ക്, അപ്പോഴൊക്കെ നല്ല അവിടെ 5 മണി വരെ സത്യം പറഞ്ഞാൽ വെയിലുണ്ട്. നട്ടുച്ച സമയത്തുകൊണ്ട് തന്നെ നമുക്ക് കറങ്ങി കാണാനൊന്നൊരു പറ്റിയൊരവസ്ഥയായിരുന്നില്ല. കാരണം വെയിൽ കൊണ്ടിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ
അന്ന് മാർക്കറ്റിൽ പോകുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഹാഫ് സ്ലീവ് ഒക്കെ ഇട്ടിട്ടാണ് പോയി. ഭയങ്കര ഒരു ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡൽഹി പോകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് പോവാം. വെയിലുള്ള സമയത്ത് പോവാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇവിടുത്തെ ക്വാളിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാ പ്രൊഡക്റ്റിനും. ഇപ്പോൾ ചെപ്പിൾസ് ആയാലും ഡ്രസ്സ് ആയാലും ബാഗ് ആയാലും നമ്മൾ കൊടുക്കുന്നതിനുള്ള ക്വാളിറ്റി ഉണ്ട്. അധികം ക്വാളിറ്റി ഒന്നുമില്ല. ഇപ്പോൾ 250 ആണെന്നുണ്ടെങ്കിൽ ആ 250ക്കുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ്. കാരണം നമ്മുടെ റേറ്റിൽ ഇതന്നെ ഈ സെയിം റേറ്റിൻ്റെ സംഭവങ്ങൾ ഇരട്ടി പ്രൈസിനാണ് നമുക്ക് വിൽക്കുന്നത്. അത് സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാം വേർത്താണ്. പിന്നെ പിൻട്രസ്റ്റിൽ കാണുന്ന സെയിം ഔട്ട്ഫിറ്റ്സും മറ്റേ പൈജാമ സെറ്റും ഒക്കെ എനിക്ക് ഇവിടെ ഇറങ്ങുന്ന ആ ട്രെൻഡിങ് ആ മോഡലൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഒരു വിധം ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഡേ ഇതിനായിട്ട് തന്നെ മാറ്റി വെക്കണം പർച്ചേസിങ്ങിനായിട്ട്. അല്ലാണ്ട് ഫുൾ കവർ ചെയ്ത് കാണാൻ പറ്റില്ല. അതും ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും. വെയിലില്ലാത്തൊരു സമയം നോക്കി വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അല്ലെങ്കിൽ ഇത് എൻ്റെ പോലത്തെ അവസ്ഥയും ഫുൾ ടാൻ അടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇന്ന് സരോജിനി മാർക്കറ്റിലേക്ക് വരുന്ന അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഹാഫ് സ്ലീവൊക്കെ ഇട്ട് വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും വരില്ലായിരുന്നു. ഞാനൊരു പരിവായിട്ടുണ്ടായിരുന്നു ടാൻ അടിച്ചിട്ട്. പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗോൾഡ്, അതേപോലെ ക്യാഷുള്ള ബാഗ്, പിന്നെ ഗോൾഡ് ഇട്ടിട്ട് വരാതൊക്കെ ഇരിക്കാട്ടോ. കാരണം ഇവിടെ ബ്ലൈഡ് വെച്ചിട്ടാണ് നമ്മൾ ബാഗിൽ നിന്നൊക്കെ ക്യാഷ് എടുത്തിട്ട് പോണത് കണ്ടു കിട്ടാം. അപ്പം അത്രയും നമ്മൾ ശ്രദ്ധിച്ച് ഇവിടെ പോയാൽ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം കേട്ടോ. ബാർഗെയിൻ ചെയ്യാൻ പഠിക്കണം. കാരണം ഞാൻ ഹിന്ദി അറിയാതെ ഞാൻ 4-5 ദിവസം കൊണ്ട് ഹിന്ദി പഠിച്ചു. കാരണം വേറെയും കുറേ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ കൂടുതൽ ബാർഗെയിൻ ചെയ്ത് അത്യാവശ്യം എന്തൊക്കെയോ പഠിച്ചു. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അക്ഷാർത്ഥം ടെമ്പിളിൽ കാണട്ടെ. നിങ്ങൾ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്കവിടെ ഫോൺ അലൗഡ് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറിയത്. ഇത് അവിടെ നിന്ന് ഇപ്പോൾ പണി നടന്നുകൊണ്ട് ടെമ്പിളിനകത്ത് നോക്കുമ്പോൾ കാണുന്നൊരു ശില്പിയാണ് കേട്ടോ. പിന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഉപ്പയും ശരിയാണ് കയറിയത്. ഉമ്മക്ക് വയ്യ. കാരണം എനിക്ക് വയ്യായിരുന്നു. നടന്ന് കാലൊരു പരിവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു റിഗ്രറ്റ് അടിക്കും. കാരണം ഡൽഹി പോയിട്ട് എല്ലാം കണ്ട് ഇത് കാണാൻ ഞാൻ ഒരു റിഗ്രറ്റ് വരും. അപ്പം അതുകൊണ്ട് ഞാൻ ഫുൾ അത് കണ്ടു. പിന്നെ ഇത് നമ്മുടെ മോദിജിയുടെ വീടാണ് കേട്ടോ. മോദിജിയുടെ വീടാണ് കാണുന്നത്. ഇതിനകത്ത് മറ്റേ മരവും അതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്നത്. പിന്നെ ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഗുരു പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഒക്കെ ഒരു പഴയ ഒരു കഥ ഒക്കെയാണ് കേട്ടോ. അവർ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുൾ ടൈൽസ് അല്ല മാർബിൾസ് ആണ് അതിനകത്ത്. അപ്പോൾ അതിലൊക്കെ ചെറിയ കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് കാണാനുണ്ട് കേട്ടോ ഒരുപാട്. പിന്നെ പഴയ കാലത്ത് ഒരു പുരാണം ഐതിഹ്യം കേൾക്കാനൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അതൊന്നും കൂടി ഇഷ്ടമാവും. പിന്നെ കഴിഞ്ഞിട്ട് നമ്മളെ റൂമിലെത്തി ഫ്രഷായി കുറച്ച് റെസ്റ്റ് എടുത്തു. നല്ല ടയേർഡായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പോഴത്തേക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡിന് റൈസ്, ചപ്പാത്തി, ദാൽ കറി, ബട്ടർ ചിക്കൻ, സാലഡൊക്കെ ആയിരുന്നു. എന്നെപ്പോലെ സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് എന്തായാലും അവിടുത്തെ ഫുഡ് ഇഷ്ടാവില്ല കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരു ടച്ചും ദാൽ കറിക്കും ഒന്നിനും ഉണ്ടായിരുന്നില്ല. ഫുഡ് സത്യം പറഞ്ഞാൽ പോരാ. ഫുഡിന് വലിയ എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ടൊന്നും അവിടെ പോകണ്ട കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഡൽഹി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ അങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.